ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം ആണ്. നമ്മളത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ മൊഡ്യൂളിൽ ഇതിനെപ്പറ്റിയാണ് ഫുള്ള് പറയാനുള്ളത്. അപ്പം നമുക്ക് ഉള്ള കണ്ടന്റ് ഫുള്ള് നോക്കി പോവാം. നോക്കിയത് തന്നെയാണ്, റിപ്പീറ്റേഷൻ വരും. പക്ഷേ കുറച്ചുകൂടെ പുതിയ ടോപ്പിക് വരുമ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ നോട്ട്സ് ഒക്കെ വരുമ്പോൾ എഴുതിയെടുക്കുക. ഇതാണ് മൊഡ്യൂൾ 2 ഈ എക്കോസിസ്റ്റം ആണ് മൊത്തം വരുന്നത്. അത് തന്നെയാണ് നമ്മൾ ഇത്ര നാളെ നോക്കിയത്. ഒരു കുറച്ച് കൂടെ ഒന്ന് നോക്കാം ഡീപ്പായിട്ട്. അതിൻ്റെ ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം, നാച്ചുറൽ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ദീസ് ഓപ്പറേറ്റ് അണ്ടർ നാച്ചുറൽ കണ്ടീഷൻസ് വിത്തൗട്ട് എനി മേജർ ഇൻ്റർഫറൻസ് ബൈ മാൻ. അത് മനുഷ്യൻ്റെ ഇടപെടലില്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള കണ്ടീഷനിൽ എൻവയോൺമെൻറ്റിനെ കീപ്പ് ചെയ്യുന്നതിനാണ് നാച്ചുറൽ എക്കോസിസ്റ്റം എന്ന് വിളിക്കുന്നത്. അതിൻ്റെ അകത്ത് വരുന്നതാണ് ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട് ഒക്കെ. ഈ ടൈപ്പിൽ നാച്ചുറൽ എക്കോസിസ്റ്റത്തിൻ്റെ അകത്ത് ടെറസ്ട്രിയൽ എന്നതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ അക്വാട്ടിക് സിസ്റ്റത്തിൽ അതുപോലെ തന്നെയാണ്. ഫ്രഷ് വാട്ടർ, ലോട്ടിക് നമ്മൾ പറഞ്ഞു. ലോട്ടിക് എന്ന് പറഞ്ഞാൽ റണ്ണിങ് വാട്ടർ. അതുപോലെ തന്നെ ലെൻഡിക് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിങ് വാട്ടർ. അതായത് പുഴയും ആറും ഒക്കെ എന്തായിട്ട് വരും, ലോട്ടിക് ആയിട്ട് വരും. നമ്മുടെ കുളമൊക്കെ എന്തായിട്ട് വരും, ലെൻഡിക് പോലെ വരും. തടാകങ്ങളും ഒക്കെ ലെൻഡിക് ആയിട്ട് വരും. ഫ്രഷ് വാട്ടർ, രണ്ടും ഫ്രഷ് വാട്ടറാണ്. ഏത് ലോട്ടിക് ആണെങ്കിലും ലെൻഡിക് ആണെങ്കിലും. അതുപോലെ തന്നെ മറൈൻ വാട്ടർ വേറൊരു ടൈപ്പാണ്. എക്കോസിസ്റ്റത്തിൽ തന്നെ അക്വാറ്റിക് എക്കോസിസ്റ്റത്തിൽ തന്നെ വരും. പക്ഷേ ഈ ലോട്ടിക്കും ലെൻഡിക്കിൻ്റെ അകത്ത് പെടുത്താൻ പറ്റത്തില്ല. അതിൻ്റെ തന്നെ ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റത്തിൻ്റെ അകത്ത് നാച്ചുറൽ ആണ് നമ്മളിപ്പോൾ നോക്കിയത്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ, അതായത് മാൻ എൻജിനീയർഡ് എക്കോസിസ്റ്റം എന്ന് പറയും. അതായത് നമ്മൾ നട്ടു വളർത്തുന്ന ചെടികളും നമ്മളുണ്ടാക്കുന്ന കുളങ്ങളും ഒക്കെ കൊണ്ട് അതിൻ്റെ ഒരു എനർജി കൊടുക്കുന്നതൊക്കെ നമ്മളാണ് മാനേജ് ചെയ്യുന്നത്. ദീസ് ആർ മെയിൻറ്റൈൻഡ് ആർട്ടിഫിഷ്യലി ബൈ മാൻ, വെയർ ബൈ അഡീഷൻ ഓഫ് എനർജി ആൻഡ് പ്ലാൻഡ് മാനിപ്പുലേഷൻ. നാച്ചുറൽ ബാലൻസ് ഈസ് ഡിസ്റ്റർബ്ഡ് റെഗുലർലി. അതായത് നാച്ചുറൽ ബാലൻസിനെ എപ്പോഴും നശിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ കൃഷി ചെയ്യുന്നത് പോലത്തെ രീതിയിലുള്ള, അതായത് ക്രോപ്പ് ലാൻഡ്, കൃഷി സ്ഥലങ്ങളൊക്കെ അതിൻ്റെ അകത്ത് പെടുക ഈ ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റമാണ്. കാരണം ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണത്. എക്കോസിസ്റ്റത്തിൽ മെയിനായിട്ട് വരുന്ന കമ്പോണൻസ് എന്തൊക്കെയാണ്? ബയോട്ടിക്കും അതുപോലെ തന്നെ ബയോട്ടിക്കും. ബയോട്ടിക്കിനകത്ത് നമ്മൾ പറഞ്ഞു ജീവൻ, ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. മറ്റേന്ന് പറഞ്ഞാൽ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ ബയോട്ടിക് നമുക്ക് നോക്കാം. അതിൻ്റെ അകത്ത് പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്. ഓട്ടോട്രോഫ് എന്ന് പറഞ്ഞാൽ നേരെ പ്ലാന്റ്സിൽ നിന്ന്, വേറൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യാതെ പ്ലാന്റ്സിൽ നിന്ന് നേരെ ഫുഡ് എടുക്കുന്നതിനെ നമ്മൾ ഓട്ടോട്രോഫ്സ് എന്ന് പറയും. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ആ ഓട്ടോട്രോഫ്സിനെ കഴിക്കുന്ന ജീവികളെ നമ്മൾ അങ്ങനെ പറയും. അതുപോലെ തന്നെ തിരിച്ച് ഡീകമ്പോസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ മണ്ണിലേക്ക് ലയിപ്പിക്കുന്ന ഫംഗസ്, ബാക്ടീരിയയൊക്കെ നമ്മൾ ഡീകമ്പോസേഴ്സ് എന്ന് പറയും. അതിൻ്റെ തന്നെ ഈ കൺസ്യൂമറിനെ തന്നെ നമുക്ക് പ്രൈമറി, സെക്കൻഡറി, അതുപോലെ തന്നെ ടേർഷറി, ക്വാട്ടേണറി എന്നുള്ള രീതിയിൽ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ചാർട്ട് പഠിച്ചു വെച്ചാൽ വളരെ നല്ലതാണ്. കാരണം എല്ലാം അത്യാവശ്യം മനസ്സിലാവുന്നുണ്ട് അതിനകത്തെല്ലാം. അതായത് ബയോട്ടിക് എന്താണെന്ന് മനസ്സിലാവും, അബയോട്ടിക് മനസ്സിലാകുന്നുണ്ട്, അതിൽ എന്തൊക്കെ കാറ്റഗറി ഉണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. നല്ല ഫ്ലോ ചാർട്ടാണ്. അതുപോലെ തന്നെ അബയോട്ടിക് കമ്പോണൻസ് എന്ന് പറയുമ്പോൾ രണ്ട് ആയിട്ട് തിരിക്കാം. ക്ലൈമാറ്റിക് അതുപോലെ തന്നെ എഡാഫിക്കും. അതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിയാൽ അത് റെയിന്, ലൈറ്റ്, വിൻഡ്, ടെമ്പറേച്ചർ, ഇതൊക്കെ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സാണ്. ഒരു അബയോട്ടിക്, അതായത് ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. എഡാഫിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം സോയിൽ, അതുപോലെ തന്നെ മണ്ണിൻ്റെ pH അല്ലെങ്കിൽ വാട്ടറിൻ്റെ pH, പിന്നെ മിനറൽസ്, ടോപ്പോഗ്രാഫി, അതായത് ഇത് ജോഗ്രഫിക്കലായിട്ടുള്ള മാറ്റങ്ങൾ, അതൊക്കെ ഇതിൻ്റെ അകത്ത് വരും, അബയോട്ടിക്കിൻ്റെ അകത്ത് വരും. അപ്പോൾ രണ്ട് കാറ്റഗറി, അബയോട്ടിക്കും ബയോട്ടിക്കും. അതിൻ്റെ അകത്ത് സബ് ഓർത്തിരിക്കും. അബയോട്ടിക്കിൻ്റെ അകത്ത് എന്തൊക്കെ വരും നമ്മൾ ഇത്ര നേരം പറഞ്ഞത് തന്നെയാണ്, ഒന്നുകൂടെ വായിച്ചു പോകാം. കൺസിസ്റ്റ് ഓഫ് നോൺ ലിവിങ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ കമ്പോണൻസ് സച്ച് ആസ് വാട്ടർ, എയർ, ന്യൂട്രിയൻസ് ഇൻ ദ സോയിൽ ഓർ വാട്ടർ ഓർ സോളാർ എനർജി. ഇതെല്ലാം എന്ത് വരും, അബയോട്ടിക്കിൻ്റെ അകത്ത് വരും. നോൺ ലിവിങ് ആണ് ആയിട്ടുള്ള കെമിക്കലും ഫിസിക്കലായിട്ടുള്ള കമ്പോണൻസ്. അതിൻ്റെ അകത്ത് വാട്ടർ, എയർ, ന്യൂട്രിയൻസ്, അതുപോലെ സോയില്, വാട്ടർ, അതുപോലെ തന്നെ അതിൽ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ്, പിന്നെ സോളാർ എനർജി. ഇതെല്ലാം എന്തിനാണ്, ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ല, ലൈഫിന് ഇതൊക്കെ ആവശ്യമുണ്ട്, പക്ഷേ അതിന് ജീവനില്ല. പിന്നെ ഫിസിക്കൽ കെമിക്കൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ലിവിങ് ഓർഗാനിസംസ് ഇൻ ലാൻഡ്, എക്കോസിസ്റ്റം ആൻഡ് അക്വാട്ടിക് ലൈഫ് സോൺ. അബയോട്ടിക് ഫാക്ടേഴ്സ് ക്യാൻ ആക്ട് ആസ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ദാറ്റ് കീപ്പ് എ പോപ്പുലേഷൻ അറ്റ് എ സർട്ടൻ ലെവൽ. അതായത് ഒരു ലെവൽ വരെ ഇത്ര ജീവികൾ ഇത്ര വേണം എന്നുള്ള രീതിയിലൊക്കെ കീപ്പ് ചെയ്യുന്നത് അതിൻ്റെ ക്ലൈമാറ്റിക് കണ്ടീഷനും അബയോട്ടിക് ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ അബയോട്ടിക് ഫാക്ടേഴ്സ് ക്യാൻ ആക്ട് ആസ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ കീപ്പ് എ പോപ്പുലേഷൻ അറ്റ് എ സർട്ടൻ ലെവൽ. അബയോട്ടിക് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ്, അതുപോലെ എഡാഫിക് ഫാക്ടേഴ്സ്. ക്ലൈമാറ്റിക് ഫാക്ടേഴ്സിനകത്ത് റെയിൻ, ടെമ്പറേച്ചർ, ലൈറ്റ്, വിൻഡ്. എഡാഫിക്കിൻ്റെ അകത്ത് സോയിൽ, pH, ടോപ്പോളജി, മിനറൽസ്. Biotic factors. All the living things that directly or indirectly affect the ecosystem. Biotic factors interact with the other living organisms and the physical environment can also be limiting factors.
അതായത് ഫിസിക്കൽ എൻവയോൺമെൻറ്റ് ലിഫ്റ്റിംഗ് ഫാക്ടേഴ്സിൻ്റെ അകത്ത് വരുന്ന ഏതൊക്കെയായിരിക്കും? ഡിസീസ്, ബാക്ടീരിയ കാര്യമാണ് ഉണ്ടാകുന്ന ഡിസീസ്, അതുപോലെ തന്നെ പ്രഡേറ്റേഴ്സ് അതുപോലെ തന്നെ ഫുഡ് റിസോഴ്സസിൻ്റെ കുറവ് കാരണം. അതായത് ഈ പോപ്പുലേഷൻ ബയോട്ടിക് ഫാക്ടേഴ്സിൻ്റെ പോപ്പുലേഷനെ ബാധിക്കുന്നത് എന്തായിരിക്കും? ഡിസീസ് കാരണം മരണപ്പെടാം, അതുപോലെ തന്നെ പ്രഡേറ്റേഴ്സ് ആക്രമിക്കാം, അതുപോലെ തന്നെ ഫുഡ് റിസോഴ്സസിൻ്റെ കുറവ് കാരണം അവിടെ നശിഞ്ഞു പോകാം, അങ്ങനെയൊക്കെ ഉള്ള ഫാക്ടേഴ്സ് വരും. അതുപോലെ തന്നെ മേഡപ്പ് ഓഫ് ബയോളജിക്കൽ കമ്പോണൻസ് കൺസിസ്റ്റിംഗ് ഓഫ് ലിവിങ് ആൻഡ് ഡെഡ് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ്. ബയോളജിക്കൽ കമ്പോണൻറ്റിൽ നിന്നാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അത് മരണപ്പെട്ടതും അത് കഴിഞ്ഞുള്ളതൊക്കെ നിന്നുമാണ് നമ്മൾ ഈ ബയോട്ടിക് ഫാക്ടേഴ്സ് നിലനിൽക്കുന്നത്, അതിനെ ബേസ് ചെയ്താണ് നിലനിൽക്കുന്നത്. അതിലെ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് അല്ലെ ഓട്ടോട്രോഫ്, സെൽഫ് ഫീഡേഴ്സ് എന്ന് പറഞ്ഞു. അതായത് സ്വന്തം ഭക്ഷണം സ്വന്തമായിട്ട് കണ്ടെത്തുന്നവർ, അത് വല്ലവരെയും കഴിച്ചല്ലാതെ. മേക്ക് ദെയർ ഓൺ ഫുഡ് ഫ്രം കമ്പോണ്ട്സ് ദാറ്റ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം ദെയർ എൻവയോൺമെൻറ്റ്. അവർ എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന, ഇപ്പം ഗ്രാസ് ഈറ്റേഴ്സ് ഒക്കെ ആ കൂട്ടത്തിലല്ലേ വരുന്നത്. മോസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ആർ ഗ്രീൻ പ്ലാന്റ്സ്. ഗ്രീൻ പ്ലാന്റ്സ് എന്താ, അതിൽ പുറത്തുനിന്നാണ് ഗ്രീൻ പ്ലാന്റ്സ് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കിയാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് വഴിയാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ ആൽഗെ, പ്ലാന്റ്സ്, ഇതെല്ലാം ആ കൂട്ടത്തിൽ വരും, ഓട്ടോട്രോഫിൻ്റെ കൂട്ടത്തിൽ വരും. മോസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ക്യാപ്ചർ സൺലൈറ്റ് ടു മേക്ക് എ കാർബോഹൈഡ്രേറ്റ് ഫോട്ടോസിന്തസിസ്. അത് പ്രകാശ സംശ്ലേഷണം വഴി കാർബോഹൈഡ്രേറ്റ്സിനെ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയാറ്. സ്വന്തമായിട്ട് പ്രൊഡ്യൂസേഴ്സിൻ്റെ തന്നെ ഓട്ടോട്രോഫ്സ്. കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഹെറ്റോട്രോഫ്സ്, അതർ ഫീഡേഴ്സ് എന്ന് പറയും. ഗെറ്റ് ദെയർ എനർജി ആൻഡ് ന്യൂട്രിയൻസ് ബൈ ഫീഡിങ് ഓൺ ദ അതർ ഓർഗാനിസംസ് ഓർ ദെയർ റിമൈൻസ്. അതായത് അതിനെ പഴയ വേറെ ഓർഗാനിസംസിനെ കഴിച്ചോ അല്ലെങ്കിൽ അതിൽ നിന്ന് എനർജി എടുത്തോ ഒക്കെ ജീവിക്കുന്നതിനെയാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് 4 അല്ലെങ്കിൽ ടൈപ്പ് ഉണ്ട്, 5 ടൈപ്പ് ഉണ്ട്. പ്രൈമറി കൺസ്യൂമർ, പ്രൈമറി കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറിനെ കഴിക്കുന്നതാണ്. അതുപോലെ സെക്കൻഡറി കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ഈറ്റ് അതർ ആനിമൽസിനെ കഴിക്കുന്നതിനാണ് സെക്കൻഡറി കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ. ഈ പുല്ല് കഴിക്കുന്നവരെ നമ്മൾ പ്രൈമറി കൺസ്യൂമർ എന്ന് പറയും. ആ ജീവികളെ കഴിക്കുന്നവരെ നമ്മൾ എന്താ പറയുക, സെക്കൻഡറി എന്ന് പറയും. അത് കഴിഞ്ഞാൽ അവരെ കഴിക്കുന്ന ലാർജ് കോർണിവറസ് വിച്ച് ഫീഡ് ഓൺ സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ കഴിക്കുന്നവർ ടേർഷ്യറി കൺസ്യൂമർ എന്ന് പറയും. അതുപോലെ ക്വാർട്ടറിന് ലാർജ്, ഇതെല്ലാം കാർണിവറസ് ആണ്. അതിനൊക്കെ പിന്നെ ഒമ്നിവോറസ് എന്ന് പറഞ്ഞാൽ രണ്ടും കഴിക്കും. ഹാവ് മിക്സഡ് ഡയറ്റ് ദാറ്റ് ഇൻക്ലൂഡ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ബോത്ത് ആനിമൽസിനെയും പ്ലാന്റ്സിനെയും കഴിക്കുന്നതിൻ്റെ ഒമ്നിവോറസ് എന്ന് പറയും. Decomposers. Most certain type of bacteria, fungi are specialized consumers that recycle organic matter into ecosystem. They do this by breaking down അല്ലെങ്കിൽ ബയോഡിഗ്രേഡിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴിയാണ് ഈ പഴയ ഡെഡ് ആയിട്ടുള്ള ആനിമൽസിനെയൊക്കെ തിരിച്ച് അതിനെ നമ്മുടെ മണ്ണിലേക്ക് ലയിപ്പിക്കുന്നത്. അതിൻ്റെ ആ ചെയ്യുന്ന ആരാ, ബാക്ടീരിയയും ഫംഗസൊക്കെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ന്യൂട്രിയൻസ് ഒക്കെ, ചെടികൾക്ക് വളരാനുള്ള ന്യൂട്രിയൻസ് അല്ലെങ്കിൽ അവർക്ക് ഫോട്ടോസിന്തസിസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നത് ഇതിൽ നിന്നാണ്, ഡീകമ്പോസേഴ്സിൻ്റെ വർക്കിംഗ് കാരണമാണ്. ഹൈഡ്രോജൻ സൈക്കിൾ, ഈ ഫിഗർ കാണിച്ചിരിക്കുന്ന ഒരു ഹൈഡ്രോജൻ സൈക്കിൾ. അതായത് നമ്മുടെ മഴ പെയ്യുന്നു, പിന്നെ ലേക്കിൽ നിന്ന് ഇവാപറേഷൻ ഒക്കെ ചെയ്ത്, അല്ലെ ലേക്കിൽ നിന്ന് മാത്രമല്ല എല്ലാ വാട്ടർ സോഴ്സസിൽ നിന്ന് ഇവാപറേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അത് മാത്രമല്ല ചെടികളിൽ നിന്നും ഗ്രാസിൽ നിന്നും ഒക്കെ ഉള്ള ട്രാൻസ്പിറേഷൻ, അതായത് ഈ ഫോട്ടോസിന്തസിസ് ഒക്കെ കഴിഞ്ഞ് ആ വെള്ളത്തിൻ്റെ അംശം ട്രാൻസ്പിറേറ്റ് ചെയ്ത് പിന്നെയും അന്തരീക്ഷത്തിലോട്ട് പോകുന്നു, കണ്ടൻസേറ്റ് ചെയ്യുന്നു, പിന്നെ പ്രസിപ്പിറ്റേഷൻ കാരണം വെള്ളമായിട്ട് തിരിച്ച് മഴയായിട്ട് തിരിച്ചു വരുന്നു, അത് സർഫസിലൂടെ ഒഴുകി തിരിച്ച് വെള്ളത്തിൽ വരുന്നു. ആ ഒരു സൈക്കിളിനെയാണ് പറയുന്നത് എന്താ, ഹൈഡ്രോജൻ സൈക്കിൾ അല്ലെ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഹൈഡ്രോളജിക്കൽ സൈക്കിൾ ഡെഫിനിഷനാണ്: ദ വാട്ടർ ഫ്രം വേരിയസ് moist surfaces evaporates and falls again on the earth in the form of rains and snow and passes through living organisms and ultimately returns to the ocean or water bodies. This cycle is called hydrological cycle. Hydrological cycle എന്ന് പറഞ്ഞാൽ വാട്ടർ ഫ്രം വേരിയസ് സോഴ്സസ്, പല സോഴ്സസിൽ നിന്നുള്ള വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്പിറേഷൻ വഴി റെയിനും സ്നോയും ഒക്കെ ആയിട്ട്, മഞ്ഞും ഒക്കെ ആയിട്ട് നമ്മുടെ പെയ്തിറങ്ങിയിട്ട് തിരിച്ച് ഓഷ്യനിലും വാട്ടർ ബോഡി സോഴ്സസിലും ഒക്കെ എത്തിച്ചേരുന്നതിന് പറയുന്നവരാണ് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ. അതായത് കണ്ടിന്യൂസ് സർക്കുലേഷൻ ഓഫ് വാട്ടർ ഇൻ ദ എർത്ത് അറ്റ്മോസ്ഫിയർ സിസ്റ്റം, അതിനെയാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓർത്തിരിക്കേണ്ട ഇവാപറേഷൻ, ട്രാൻസ്പിറേഷൻ, കണ്ടൻസേഷൻ, precipitation, ഇൻഫിൽട്രേഷൻ, റൺ ഓഫ്. Ecological pyramid, graphical representation of trophic structure and functioning of ecosystem, starting from producers at a base, successive trophic levels from forming the apex. അതായത് നമ്മുടെ
ഏറ്റവും താഴെ പ്രൊഡ്യൂസേഴ്സ്, അത് കഴിഞ്ഞ കൺസ്യൂമേഴ്സ്, അത് കഴിഞ്ഞ മുകളിൽ അപ്പെക്സ്, അതായത് ഏറ്റവും കൂടുതലുള്ള രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ്, നമ്മുടെ ട്രോഫിക് ലെവലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് പേരാണ് ടോപ്പോളജിക്കൽ പിരമിഡ്. പിരമിഡ് ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതായത് ഏറ്റവും ബേസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ആണ് ഏറ്റവും കൂടുതലെന്ന് കാണിക്കുന്ന രീതിയിൽ അതിൽ മുകളിലോട്ട് വരും തോറും ഓട്ടോട്രോഫിയിൽ നിന്ന് മുകളിലോട്ട് വരും തോറും കൺസ്യൂമേഴ്സിൻ്റെ ലെവൽ കൂടുന്തോറും അതിൻ്റെ എണ്ണം കുറവാണെന്ന് കാണിക്കുന്ന രീതിയിലുള്ള നമ്പറിങ് സിസ്റ്റമാണ്. ട്രീ community, a single tree could support many different population of large numbers. അതായത് ഒരു മരത്തിൽ നിന്ന് ഒത്തിരി ജീവികൾക്ക് ജീവിക്കാൻ പറ്റും. ഇപ്പം മരം എന്ന് പറഞ്ഞാൽ ഒരെണ്ണേ ഉള്ളൂ, പക്ഷെ ഒത്തിരി ജീവികൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ റെപ്രസെൻ്റ് ചെയ്തേക്കുവാണ്. നിങ്ങൾ ആ പടം നോക്കിയാൽ മനസ്സിലാവും. അതായത് ഒത്തിരി പൂവിൽ നിന്ന് തേനീച്ചകളുടെ എണ്ണം അത്ര ഇല്ല, അല്ലെങ്കിൽ പൂവ് ഒത്തിരി എണ്ണമുണ്ട്, അതിൽ നിന്ന് തേനീച്ചകൾ അതിനെ കഴിക്കുന്നവരുടെ എണ്ണം അതിലും കുറവാണ്, ഈ എലിയെ കഴിക്കുന്ന അതിനതിലും കുറവാണ്. അതിനെയാണ് പിരമിഡ് ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അതായത് മുകളിലോട്ട് ചെറുതായി വരും. പിരമിഡ് ഓഫ് ബയോമാസ്, ഇത് നമ്മളൊന്ന് പറഞ്ഞാണ് ബയോമാസിൻ്റെ കാര്യം. ഷോസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ ലോസ്റ്റ് ബിറ്റ്വീൻ ട്രോഫിക് ലെവൽസ്. ഓരോ ട്രോഫിക് ലെവൽ കഴിയുമ്പോഴത്തേക്കും കിട്ടുന്ന അളവ്, ബയോമാസിൻ്റെ അളവ് കുറഞ്ഞ് വരുമെന്ന്. അതായത് ക്രോപ്പ് നോക്കുമ്പോൾ എത്രയാണ്, അല്ലെങ്കിൽ കോൺ നോക്കുമ്പോൾ എത്രയാണ്, 2000 ഇത്ര LBS ആണ് കിട്ടുന്നത്, 22,203 LBS, അത് കുറഞ്ഞ് 200ആയി, അത് കഴിഞ്ഞത് 22ആയി. അതായത് മനുഷ്യനിലോട്ട് ആ എനർജി അല്ലെ ബയോമാസ് എത്തുമ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കിട്ടുന്ന ഒരു അളവായിട്ട് എടുത്ത് അതൊരു പിരമിഡ് പോലെ മുകളിൽ നിന്ന് താഴെ നിന്ന് വലുതിൽ നിന്ന് ചെറുതായി പോകുന്നു എന്നുള്ള രീതി കാണിച്ചേക്കുക. പിരമിഡ് ഓഫ് ബയോമാസ് നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ഒന്ന് പറഞ്ഞത് നമ്മൾ. പിരമിഡ് ഓഫ് എനർജി എന്ന് പറയും. ഷോസ് ദ എനർജി അവൈലബിൾ അറ്റ് ഈച്ച് ട്രോഫിക് ലെവലിലുള്ള. അപ്പം നോക്കിയാൽ മതി, ഇത്ര ജൂളിലാണ് തന്നേക്കുന്നത്. സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ലാർജ് എമൗണ്ട് എനർജിയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ചെടികളിലോട്ട് എത്തുമ്പോൾ എനർജി കുറഞ്ഞു, അത് പ്രൈമറി കൺസ്യൂമറിലെത്തുമ്പോൾ കുറഞ്ഞു, പിന്നെ പ്രൈമറി പ്രൊഡ്യൂസറിലെത്തുമ്പോൾ കുറഞ്ഞു, അതാണ് പ്ലാന്റ്സ്. അത് കഴിയുമ്പോൾ പ്രൈമറി കൺസ്യൂമറിലെത്തുമ്പോൾ അതിലും കുറഞ്ഞു, ജൂളിലാണ് തന്നേക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡറി കൺസ്യൂമറിലെത്തുമ്പോൾ തീരെ കുറഞ്ഞു. അങ്ങനെ പിരമിഡായിട്ട്, അതായത് താഴെ നിന്ന് ബേസ് വലുത്, മുകളിലെത്തുമ്പോൾ ചെറുത്, ആ രീതിയിൽ ഉള്ള എനർജിയുടെ ഒരു പിരമിഡ്. ഇങ്ങനെയായിരിക്കും. ട്രോഫിക് ലെവൽ അനുസരിച്ച് അത് കുറഞ്ഞു വരും എന്ന് അർത്ഥം ആക്കിയാൽ മതി.